സോൾസ് ഇന്ത്യൻ ഫിലിം അവാർഡ്സ് 2019 ഒക്ടോബർ 18 വെള്ളിയാഴ്ച ജിദ്ദയിലെ റിഹേലിയിലുള്ള ട്രാക്ക് ജിദ്ദ ഗ്രൗണ്ടിൽ കാത്തിരിക്കുക. പിന്നല്ലാതെ അയ്യോ, ഞാൻ ശരിക്കും പ്രൊഫഷണൽ കില്ലറാണ്. ഒരുപാട് ധീരദേശാഭിമാനികൾക്ക് ഉയർ കൊടുത്ത് വാങ്ങിയ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കും സാർ. എണ്ണം ബാലൻസ് സൂപ്പർ. എണ്ണം ബാലൻസ് ഓൺലൈൻ Good spirit, please come. Good spirit, please come. ഇതിലേതാ നിന്റെ തത്ത? എടാ, എനിക്ക് ഇതിന്റെ ഈ ടെൻഷന്റെ ഇടയിൽ മുഖം എനിക്ക് ഓർമ്മ വരില്ലടാ. ഞാൻ എന്ത് ചെയ്തിപ്പോ നിനക്ക് അച്ഛന്മാർ 2 പേര് 3 പേര് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു അമ്മയല്ലേ കാണണം. അമ്മ ഒന്ന് അമ്മ വിളിച്ചു വരുത്താം. അമ്മ 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 ജോൺ ഭവനായി തെറ്റിപ്പോയി. പവനായി പ്രൊഫഷണൽ കില്ലർ പവനായി. എന്റെ ഈ പെട്ടിക്കകത്ത് മെഷീൻ ഗണ്ണ് മുതൽ ആറ്റൻ ബോംബ്, എലിപ്പെട്ടി, പൊട്ടാസ്, തോട്ട, പന്നിപ്പടക്കം, അമ്പും വില്ലും, കമ്പിപ്പാര, കട്ടക്കല്ല്, അങ്ങനെ സകല സാധനം അടങ്ങിയ ഒരു ബാഗാണിത്. പ്രൊഫഷണൽ കില്ലർ പവനായി. എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഇത് എന്റെ സാഹചര്യമായിരുന്നോ? പിന്നല്ലാതെ. അയ്യോ, ഞാൻ ശരിക്കും പ്രൊഫഷണൽ കില്ലറാണെന്ന്. അത്രക്ക് കലക്കിയ ശരിക്കും എന്ത് ഒറിജിനാലിറ്റിയാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു സാരി തരാവോ? ഞാൻ വിചാരിച്ചേ ഇൻസ്റ്റാൾമെന്റിന് സാരി വയ്ക്കാൻ നടക്കുന്നേ തണ്ണാച്ചിയാണെന്ന്. അയ്യോ, അതെ, നീ ഇവിടെ പായച്ചുളക്കണ ഞാൻ കണ്ടായിരുന്നു. അടിച്ചു പിടിക്കും പോയളക്ക് ഒരൊറ്റ കുത്ത വർത്താനം പറയണ്ട. ഒരാളോട് വേറെ റെഡി ആയിട്ടുണ്ട്, വരുമ്പോ കാണാട്ടാ. ഒരുപാട് ധീരദേശാഭിമാനികൾക്ക് ഉയർ കൊടുത്ത് വാങ്ങിയ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കും സാർ. സ്വന്തം നാടിന്റെ രക്ഷയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ തോക്കല്ല സാർ, ചങ്കൂറ്റമാണ് ഓരോ ഭടന്റെയും ആയുധം. നിങ്ങൾ ധൈര്യമായി കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ട് കാവൽ. ജയ് ഹിന്ദ്. ഇത് കണ്ടോ, കയ്യിലെ രോമൊക്കെ എഴുന്നേറ്റത് സല്യൂട്ട് അടിക്കുന്നു. സൂപ്പറായിരുന്നു. പിന്നല്ല, എന്ത് കാര്യത്തിനാണ് സല്യൂട്ട് അടിക്കുന്ന രോമം? എന്താ നീ ഇപ്പൊ ഉദ്ദേശിച്ചത് ആരെ? മേജർ മഹാദേവൻ. ഇത് മേശിരി മഹാദേവൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. എടീസ് എന്താണ് നീ ഇപ്പൊ നിന്നെ കണ്ട കറക്റ്റ് എന്താണെന്നറിയോ? പാലാരോട്ടത്തെ ATM ഇല്ല, അതിന്റെ വാതിൽ നിൽക്കുന്ന സെക്യൂരിറ്റി പോലെ. രാജു, ആളിയാ കളിയാക്കരുത്. അസൂയാണ്. ലാസ്റ്റ് ലാലേട്ട വരുമ്പോ ഞാൻ കയ്യടി കൊണ്ടുവന്നുള്ള നിന്റെ അസൂയ. ആ ലാസ്റ്റ് ലാലേട്ടൻ വന്നിട്ട് പറയണ്ട ഡയലോഗ് എന്ന് പറഞ്ഞേ. ഞങ്ങൾ ആരുടെ തമ്മിൽ കെട്ടുകയറാൻ പോവില്ല.
നിങ്ങൾ ഞങ്ങളുടെ തന്നെ ഞങ്ങൾ വിടുകയില്ല. നിങ്ങൾ ധൈര്യമായി കിടന്നുണയ്ക്കോ, ഞങ്ങൾ ഉണ്ട് കൂടെ. ഒരു ലൈലന്റെ കൂടെ ഉണ്ട് മുത്തേ, അച്ഛനിച്ചിരിച്ച് ഉറങ്ങാട്ടെടുത്തേന്ന്. ഇത് അമരത്തിലാണത്. ഇടാ ഞാൻ ബോർഡറിൽ നിന്നാലും എന്റെ നാടിന് ഞാൻ മറക്കൂല, അതാണ് അത്രക്ക്. എന്ത് പറഞ്ഞാലും പവനാഴി കയറിയ പോലെ ഇതൊന്നും കേറൂല. നീ എന്ത് പറയണേ? ഇടാ ഞാൻ മേക്കപ്പ് ചെയ്തോണ്ട് 3 ട്രൂപ്പിൽ നിന്ന് വിളിച്ച ലാലട്ട ചെയ്യാൻ വരാൻ പറ്റുമെന്ന്. എന്റെ നമ്പർ ഇതെങ്ങനെ കിട്ടിയ? അപ്പൊ ഇനി രണ്ടുപേരും കൂടെ വിളിക്കും. ഞാൻ 5 പേർക്ക് നിന്റെ നമ്പർ കൊടുത്തിട്ടാണ് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണോന്നും പറഞ്ഞു. ആണോ? അപ്പൊ അതെ മറ്റവൻ എന്ത് പറയുമ്പോ ഒരു ഫിഗർ കൂടെ ഉണ്ടല്ലോ. ഒരെണ്ണം അത് വിളി. தமிழ் படங்களை முருக வச்சுக்கிட்டு மீச முருகிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியார கபாலி என்று கூப்பிடும்போது குறிஞ்சி சொல்லுமா இதுமா என்று சொல்லுது அந்த மாதிரி கபாலி நினைச்சானா நீ? കപാലിയടാ എങ്ങനെ ഉണ്ടായിരുന്നടാ? അല്ല ഇതിന്റെ ഇടയ്ക്ക് എന്തോ നിറച്ചെന്ന് പറഞ്ഞല്ലോ, നിറച്ച ഇനിയും കൊടുത്താ? എടാ അത് ഞാൻ അവിടെ പറഞ്ഞോളാം, ഞാനത് പഠിച്ച് ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നമ്മള് റിഹേഴ്സലല്ലേ? ഇവിടെ സംഭവം കൊള്ളാം. കളർഫുൾ ആയിട്ടുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് നിന്റെ ഫിഗറും നിന്റെ എണ്ണം ബാലൻസും സൂപ്പർ എണ്ണം ബാലകൃഷ്ണ പിന്നിതാരാ? മോഹൻലാല്. ഇവിടെ എന്നോടൊന്ന് പറയണ്ടടാ നീ മോഹൻലാലാണെന്നുള്ള കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞ് ശരിയായില്ലെന്ന്. ഞാൻ നീ അവിടെ നിന്നപ്പോ എത്ര നിന്റെ ഫ്രണ്ട് വന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ വന്നോ? എന്നാൽ ഇത്രയും കഴിവുകൾ നിങ്ങളുടെ കൈ വെച്ചിട്ടാണോടാ നിങ്ങൾ ഈ തെണ്ടിത്തിരി നടന്നത്? വൈകിപ്പോയി, തുടങ്ങാൻ വൈകിപ്പോയി ട്രൂപ്പ്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. തെണ്ടിത്തിരിയല്ല അല്ലെന്ന് ഈ ട്രൂപ്പ് തന്നെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് ആ പോകാം. ട്രൂപ്പ് മുന്നോട്ടുണ്ടോ? അല്ല, അങ്ങനെ വേണ്ടിയാണല്ലോ നമ്മൾ ട്രൂപ്പ് തുടങ്ങിയത്. നീ നോക്കിക്കോ, ഈ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറന്ന് കളിക്കും. അതെ അതെ, പറക്കാനാണെങ്കിൽ ഇവനാണ് ബെസ്റ്റ്. കറക്റ്റ് കാക്കയുടെ ഡ്രസ് ഇട്ടുണ്ട്, ഇവനാണ് സ്പീഡിന് പറക്കാം. ഞാൻ പറഞ്ഞല്ലേ ഇവനെ കൂട്ടണ്ടെന്ന്. ആണെന്ന് ഒരു ട്രൂപ്പ് തുടങ്ങിയില്ല, അതിന് മുമ്പ് വലിച്ച വിറ്റുമായിട്ട് വന്നിരിക്കാതെ. എടാ ഇങ്ങനെയുള്ള സാധനങ്ങളല്ല നമ്മൾ പറഞ്ഞത്. നമുക്കിനി നല്ല കോമഡി വേണം, നല്ല ഡാൻസ് വേണം, നല്ല പാട്ട് വേണം. പിന്നെ എന്റെ കവിളിൽ വെക്കാൻ പഞ്ഞി വേണം. അതെന്തിനാ? ഫിഗർ ചെയ്യാൻ സൈഡിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ പഞ്ഞി മേടിച്ച് മുടിഞ്ഞ ആദ്യത്തെ ട്രൂപ്പ് നമ്മുടെ. നീ നോക്കിക്കോ, പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുണി കൊടുക്കാൻ പോലും നമുക്ക് സമയം കിട്ടും. അല്ല, സ്റ്റേജിൽ ഒരു ഇച്ചിരി തുണി കൊടുക്കൊണ്ട് കുഴപ്പമുണ്ടോ? എന്റെ പൊന്ന് കിഴങ്ങ, പിന്നെ സ്റ്റേജ് തുണി കൊടുക്കാതാണ് ആൾക്കാർ പ്രോഗ്രാം ചെയ്യുന്നത്. സമയം കിട്ടൂല. സമയം കിട്ടൂല. അങ്ങനെ പറഞ്ഞു കിഴങ്ങ. ഓടിയത് നമ്മൾ കളിക്കും. കാമ്പിളിച്ച് ഉത്സവ പറമ്പിൽ എന്റെ ജയിക്കുന്നത് കേട്ട് ജനം പുളകി തരാം. നീ കണ്ടോ? അപ്പൊ പവനാഴിയാ പാവനായി നോക്കിയത് കയ്യടി നമ്മള് തകർക്കണം. നമ്മള് അപ്പൊ പിന്നെ ഞാന് രജനികാന്ത് ആദ്യമേ കയ്യടി വരുമ്പോഴേ കയ്യടി ഉണ്ടെന്ന്. വണ്ടി വാട്ടമാട്ടം അങ്ങോട്ട് പോകണ്ട, എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം. ഈ മിമിക്രി ട്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞ് ഞങ്ങളെ കൂടി വേഷം കെട്ടി നിർത്തിയല്ല. തനിക്കിത് ചെയ്തു വല്ല പരിചയമുണ്ടോ? സംവിധാനം ചെയ്ത് പരിചയമുണ്ടോ? എടാ എത്ര ട്രൂപ്പുകൾ ഞാൻ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടെന്നറിയാം. എടാ ആ ബലത്തിലല്ലേ ഞാൻ ഈ ത്യാഗത്തിന് ഇറങ്ങിയത്. ഇതേ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നീയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. നീയൊക്കെ സ്റ്റാർ ആയി കഴിഞ്ഞുണ്ടല്ലോ, എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ എടുത്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സലിമേട്ടനല്ലേ ഈ മിമിക്രിയിലൂടെ വന്ന് ദേശീയ അവാർഡ് നേടിയ ആളാണ്. നിങ്ങൾക്ക് അതുപോലെ ദേശീയ അവാർഡ് വേണ്ടേ? പറഞ്ഞു കൊടുക്കി ദേശീയ അവാർഡ്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേശീയ അവാർഡ് കിട്ടുന്നത്. പിന്നെ ഇവന്മാർ പുറകോട്ട് കാലം മുന്നോട്ട് തന്നെ പോട്ടെ. ഇവിടെ സലീമേട്ടൻ നമുക്ക് പരിചയമുള്ള സ്ഥിതിക്ക് നമ്മുടെ ട്രൂപ്പിന്റെ ചിഹ്നം സലീമേട്ടന്റെ തലയാക്കും. എംബ്ലം അതാക്കാം. അപ്പൊ കളി കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം പോലെ കിട്ടൂലേ? നിന്റെ തല ഞാൻ സമ്മതിച്ച് തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കിടിലോടന്ന്. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ട്രൂപ്പിനൊരു പേര്. എന്തൊക്കെ പേരിട്ടാലും ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പൊക്കുമ്പോൾ തന്നെ മേജർ മഹാദേവൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും സ്റ്റേജ്. ആ സമയത്ത് ഫ്രണ്ടിൽ വന്ന് പവനാഴി വന്ന് ഡയലോഗ് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോകും. അതെങ്ങനെയാണ്? ഇവിടെ മേജർ മഹാദേവൻ വന്ന് ഡയലോഗ് പറഞ്ഞ് ഫസ്റ്റ് കൈയിട്ടല്ലേ പവനാഴി ഏക്കൂ. നോമിങ് വന്നേ മേജർ മഹാദേവൻ ലാസ്റ്റ് ആണ് വന്നെ. എല്ലാവരും ലാസ്റ്റ് നോക്കിയിരിക്കും മേജർ മഹാദേവൻ വരെ. ഒന്നും ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒരു ട്രൂപ്പ് തുടങ്ങി അപ്പൊ തുടങ്ങും കലുവില എന്നുള്ള പ്രശ്നങ്ങൾ. എടാ ആദ്യം വേണ്ടത് ഇതിനകത്ത് ഒത്തൊരുമയാണ്. മനസ്സിലായി? ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഇതിന് നല്ലൊരു പേരിടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുരുവായൂർ പോയി പേരിടാം. കൊള്ളാം. ഗുരുവായൂർ കൊണ്ടുപോയിട്ട് ഈ ട്രൂപ്പ് എടുത്ത് മടി വെച്ചിട്ട് അതിന് പേര് വിട്ട് നമുക്ക് ചോറും കൊടുത്തിട്ട് വരാം. അങ്ങനെ പേരിടുന്ന കാര്യമല്ല, നമ്മൾ നല്ലൊരു പേരിടണം. അതായത് നമ്മൾ ചിന്തിച്ച് വേണം ഈ പേരിടാൻ. ഓക്കെ എന്റെ മനസ്സിലൊരു പേരുണ്ട്. ചിന്തിച്ചാണെങ്കിൽ നമുക്ക് കൊച്ചിൻ വാത്മീകി എന്നിടാം. അതിനങ്ങനെ വാത്മീകിയെ പോലെ ചിന്തിക്കണ ആരുണ്ട്? കയ്യടി. നല്ല ചിന്താശേഷിയുള്ള എടാ അതല്ല പറഞ്ഞ നമ്മൾ പേരിടുമ്പോ ഒരു ഇംഗ്ലീഷ് പേരിടണം, നല്ലൊരു ഗുമ്മുണ്ടോ അതല്ലേ? ഈ ട്രൂപ്പിന് പേരിടുമ്പോഴേ നല്ല ഭക്തി നിർഭയമായ ഒരു പേരിടണം. നല്ല ഐഡിയ. അത് ദൈവാധീനമുള്ള നല്ലതാണ്.
കാരണം ഒരു ആപത്ത് വന്നു നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ദൈവാധീനമാണ് അതെ, അതെ. ഒരു ട്രൂപ്പിന് വേണ്ടത്. ഞാൻ പറയട്ടെ? ആട്ടെ, ഏത് പേരാണ് ഉദ്ദേശിക്കുന്നത്? ശ്രീ രാജരാജേശ്വരി കോമഡി സംഘം. അത് ശരി, ഒരു കാര്യം ചെയ്യും, രണ്ടമ്മം കൂടി എടുത്തു വെച്ച് അങ്ങ് തുള്ളിക്കും. ഇത് അമ്മംകുളം ടീമിന് പറ്റുന്ന പേരാണ്. വേറെ വന്ന നല്ല പേര്. വേറെ ഒരു കാര്യം ചെയ്യ്. അപ്പറ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ട്രൂപ്പ് തുടങ്ങണത് നമ്മളാണല്ലോ. അതെ. അപ്പൊ നമ്മളെ കേന്ദ്രീകരിച്ചൊരു പേര് വെച്ചാ പോരെ? നമ്മളെ കേന്ദ്രീകരിച്ചാൽ ഏറ്റവും സുഖം. ആ, പാറുവിന്റെ പേരിന്റെ ഫസ്റ്റ് അക്ഷരം, നോബിയുടെ പേരിന്റെ ഫസ്റ്റ് അക്ഷരം, എന്റെ പേരിന്റെ ഫസ്റ്റ് അക്ഷരം, ഇവളുടെ പേരിന്റെ ഫസ്റ്റ് അക്ഷരം, ഇത് വെച്ചിട്ടൊരു പേരായില്ല? ആയിക്കോട്ടെ. പക്ഷെ ഇത് ഈ പേര് എന്ത് പേര് പറയും ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. പനോസാസു. പനോസാസു. കൊച്ചി പനോസാസു. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് കുറച്ച് പനാമർ മേടിച്ച് എന്നെ കൊന്നു തരാമോ? എടാ അതല്ല, നമ്മൾ ചിന്തിച്ചൊരു പേരുണ്ട്, നല്ലൊരു പേര് വേണം ഈ സാധനത്തിന്, മനസ്സിലായോ? എന്നൊരു കാര്യം ചെയ്യ്. താൻ തന്നെ ഒരു നല്ല പേരിട്. എനിക്കറിയാം ഇത് കറങ്ങി തിരിഞ്ഞ് എന്റെ കയ്യിൽ തന്നെ വരും എന്നുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. സുപ്രസിദ്ധ കോമഡി താരങ്ങളായ നോബിയും ഷാജുവും അവതരിപ്പിക്കുന്ന സൂപ്പർ മെഗാ ഷോ എന്നാക്കിയാലോ? ഇത് പൊളി. അത് പൊളിക്കൂല, നടക്കില്ല. നടക്കില്ലത്. അവന്റെ പേരെന്താ ആദ്യം വെച്ചത്? സുപ്രസിദ്ധ കോമഡി താരങ്ങളായ സാജു നോബി അവതരിപ്പിക്കുന്ന മെഗാ ഷോ. അത് പറ്റില്ല, അത് പറ്റില്ല. തമാശ കാര്യങ്ങളൊക്കെ പച്ചന്റെ പേര് വെക്കണം. സുപ്രസിദ്ധ മിമിക്രി നോബി സാജു അങ്ങനെ വെച്ചാൽ മതി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനൊന്ന് പറയുന്നത് മനസ്സിലാക്കാം. നമുക്ക് ഈ രണ്ടുപേരുടെയും പേര് വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. സുപ്രസിദ്ധ കോമഡി താരങ്ങൾ അവതരിപ്പിക്കുന്ന സൂപ്പർ മെഗാ ഷോ എന്നാക്കിയാലോ? കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളു. പക്ഷെ ഇനി ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഇതിനൊരു ട്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു വണ്ടി വേണം. വണ്ടി വേണ്ട, വണ്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വാടകയ്ക്ക് വിളിച്ചോണ്ടല്ലേ പോകണം. ഇവിടെ വാടകയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ട്രാവൽസുകാരുടെ ജാട കാണാൻ എന്ത് ജാടയാണെന്നറിയാം. അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അല്ല, നമുക്ക് വണ്ടി മേടിക്കാം. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഓണർ വിത്ത് ആർട്ടിസ്റ്റ്. വണ്ടിയുടെ ബാക്കിൽ നമ്മളെ രണ്ടുപേരും ഫോട്ടോ ബാക്കിൽ നിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ ഫോട്ടോ പേഴ്സിനകത്ത് വെച്ചാൽ മതി. അത് അടിപൊളി. എന്തെങ്കിലും ഈ ഇടക്ക് കോമഡി അടിക്കുന്നുണ്ട്. ഈ കോമഡി ഒക്കെ സ്റ്റേജിൽ കാണിക്കണം. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് 2 കർട്ടൻ വേണം. 2 കർട്ടൻ ഫ്രണ്ടിലും ബാക്കിലും കർട്ടൻ. എങ്ങനെയാണ്? എടാ അതല്ല, നമ്മൾ പരിപാടി അവിടെ കുമിച്ച് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് സെക്കൻഡ് പരിപാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കർട്ടൻ കിട്ടണ്ടേ? നമ്മൾ ലേറ്റ് ആയി ചെല്ലുമ്പോൾ അവിടെ സെറ്റ് ആയിരിക്കണമല്ല, മനസ്സിലായോ? അല്ല, കട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. കറക്റ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. കർട്ടൻ അല്ല, ഇത് ഫ്രണ്ട് കർട്ടൻ, നമ്മൾ ട്രൂപ്പിലുള്ള കർട്ടൻ, മനസ്സിലായോ? പിന്നെ പരിപാടി അങ്ങോട്ട് നല്ല കൊഴുത്ത് നല്ല നമുക്ക് ഭയങ്കരമായിട്ട് വിജയമായി കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് എടുക്കണം. ഫ്ലൈറ്റാ? ആ, അതെന്തിനാ? ഇവിടെ എന്തിനാണെന്നോ? എടാ, നമ്മൾ പരിപാടി വിജയം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗൾഫ് ട്രിപ്പൊക്കെ വരത്തില്ലേ? സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉള്ള ട്രൂപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി ഇങ്ങനെ പറന്നെത്തും. ഇവിടെ സ്വന്തം ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഫുഡ് വെച്ച് അതിനകത്ത് കിടന്നുറങ്ങി പോവാ. അപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ പോവുക? പിന്നെ പോകണ്ടേ, നമ്മൾ ഇവിടെ മാത്രം ഒതുങ്ങുന്ന ആൾക്കാരല്ലല്ലോ. നിങ്ങൾക്ക് അത്ര കഴിവുണ്ട്, നിങ്ങൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ട്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ കാര്യം. നമ്മൾ നിങ്ങളുടെ റീച്ചിനെ അങ്ങോട്ട് പൊക്കാൻ പോവല്ലേ, മനസ്സിലായി? എനിക്ക് വയ്യ. സന്തോഷായ എന്തായാലും തുടങ്ങാൻ പോണെന്ന് പറഞ്ഞപ്പോ? അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടി ഇല്ലാത്ത ദിവസം നമുക്ക് ബന്ധുക്കളെ വീട്ടിൽ ഫ്ലൈറ്റ് പോയാൽ കുഴപ്പമുണ്ടോ? പിന്നെ വീഗാലാൻഡിലൊക്കെ പോവാ. പക്ഷെ നീ എടുത്തോണ്ട് പോയാൽ അളി എണ്ണ അടിച്ചോളെ, ഞാൻ എടുത്തോണ്ടാ ഞാൻ എണ്ണ അടിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനൊക്കെ കൂടെ എത്ര രൂപ ചെലവാകും? ഇതിനൊക്കെ കൂടെ എത്ര രൂപ ചെലവാകും? അത് കറക്റ്റ് ചോദ്യമാണ്. അപ്പൊ എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇതിനെല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപ വേണ്ടി വരും. എത്ര? 10 ലക്ഷം രൂപ. ഇത് പിടിച്ചേ. ദേവനും ദേവിയും കൂടി പോണല്ലോ. കാശിന്റെ കാര്യം പറഞ്ഞപ്പോ അവള് പൊങ്ങി. ഇത് അവളെ ടൈറ്റിൽ ഡാൻസ് ഞാൻ കളിക്കേണ്ടി വരുമോ? അതെ, എത്ര രൂപയെന്നാ പറഞ്ഞേ? 10 ലക്ഷം. 10? അവന്റെ ദേവിയും പോയി. അല്ല, അങ്ങനെ പോയാൽ നമുക്ക് ട്രൂപ്പ് തുടങ്ങണ്ടേ? ഞാൻ ഇതിപ്പോ എന്ത് എടാ, ഞാൻ ഇതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടതേ എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെയൊക്കെ ഫ്യൂച്ചറിനാണ്. നിങ്ങളുടെ രണ്ടുപേരും നന്നായിട്ട് ജീവിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. തുടങ്ങാൻ പറ്റുള്ളൂ. നിന്റെയൊക്കെ പെണ്ണുമ്പിളമാര് കാരണം ഉണ്ടല്ലോ, നീ ഒന്നും ഒരു കാലത്തും രക്ഷപ്പെടുത്തില്ല. അതാണ് കാര്യം. നീയൊക്കെ എപ്പോഴും ആ പെണ്ണുമ്പിളമാരുടെ അടിയിൽ ഇങ്ങനെ കിടക്കണം, അത്രേ ഉള്ളൂ. ഇനി ദൈവം തീരുമാനിക്കട്ടെ എന്താന്ന് വെച്ചു. എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറക്കാം കിനാവിൽ, പൂവിൻ മിഴിനീർമുത്തേ നീ തൂമഞ്ഞിൻ തുള്ളിയിൽ തേങ്ങുന്നൊരെന്നാത്മദാഹമോ. എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറക്കാം കിനാവിൽ. എടാ, ഞാൻ
സിനിമയുടെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. ഞാനാണ് ഫ്ലൈറ്റിന്റെ സൈഡ് സീറ്റിൽ നിന്ന് സ്ഥലം കാണാതെ വരെ ആഗ്രഹിച്ചു നിൽക്ക്. എത്ര രാജ്യത്ര എന്തെല്ലാം കണ്ട്, സിനിമ, സീരിയൽ, TV. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അപ്പൊ നമുക്ക് വേണ്ടെന്ന് നോക്കാം അല്ലേ? വേണ്ട, എനിക്ക് പറ്റൂല. എനിക്ക് ഇനിയിപ്പോ പരിപാടി കളിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. എനിക്ക് പരിപാടി കളിച്ചാലേ പറ്റൂ. പിന്നെ കാശില്ലാതെ ട്രൂപ്പ് തുടങ്ങണം എങ്ങനെ? അങ്ങനെ അവളെന്നെ തോപ്പിക്കാൻ നോക്കണ്ട. എന്താണ്? ഇനി വാ. ഇടാ, എന്റെ അച്ഛൻ എനിക്ക് കുറച്ച് സ്ഥലം എഴുതി തന്നിട്ടുണ്ട്. അതിന്റെ ആധാരം എന്റെ കയ്യിരിപ്പുണ്ട്. ആർക്കും അറിയില്ല. അവക്കറിഞ്ഞൂടാ. അത് നമ്മൾ കൊണ്ട് ബാങ്കിൽ കൊടുക്കുന്നു, ലോൺ എടുക്കുന്നു, ട്രിപ്പ് തുടങ്ങുന്നു. ഓക്കെ, ഇനി നമ്മൾ പൊരിക്കും. എനിക്ക് ഇവളുടെ പന്തംകുളത്തിലും അവരുടെ ദേവി സരസ്വതിയൊക്കെ നമുക്ക് ഇതിനെ കേട്ടണോ വേണ്ട തീരുമാനിക്കാം. അത് വേണ്ട, അത് വേണ്ട. എന്റെ മേജർ മഹാദേവനും അളിയന്റെ ക്യാപ്റ്റന്റെ അത്രയുള്ള തീരുമാനിച്ചുവല്ലോ. അല്ല, ഞങ്ങള് വേറൊരു 10 ലക്ഷം വേണോ 20 ലക്ഷം വേണോ? ഫ്ലൈറ്റ് ഒന്ന് വേണോ അത് 2 എണ്ണം വേണോ? അതെ, വണ്ടി ഒന്ന് വേണോ 2 വേണോ? പറഞ്ഞോ. 2 ഇത്രയും നേരം നടക്കാത്ത ഒരു എനർജി എനിക്ക് മനസ്സിലാകുന്നില്ല സംഭവം. അതൊക്കെ ഉണ്ട്. കോടികളാസ്തിയല്ലേ. കാര്യം പറയണ എന്താ? എന്റെ അച്ഛനെ, അച്ഛനല്ലേ അവന്റെ എന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു സ്ഥലം എഴുതി തന്നിട്ടുണ്ട്. നിനക്ക്? അപ്പൊ ഈ സ്ഥലത്തിന്റെ ആധാരം എന്റെ കയ്യിലിരിക്കും. അത് പാറൂന് അറിയില്ല. അറിയില്ല. ഓക്കെ, അതുകൊണ്ട് ബാങ്ക് വെക്കുന്നു, ലോൺ എടുക്കുന്നു, ട്രൂപ്പ് നാളെ മുതൽ ക്യാമ്പ്. അടിപൊളി. ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് അവന്മാർക്ക് കുറെ ഫോർമാലിറ്റീസ് അതൊന്നും വേണ്ട. പിന്നെ എന്റെ കയ്യിൽ ഒരു സൂപ്പർ കൂട്ടുകാരൻ നല്ല പൈസ ടീമാണ്. ഈ ആധാരം അങ്ങോട്ട് കൊടുക്കുക, ഇമ്മീഡിയറ്റ്ലി അവൻ ആ പൈസ ഇങ്ങോട്ട് തരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രൂപ്പ് തുടങ്ങുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നു. എങ്ങനെ ഭയങ്കര പ്രശ്നമാടാ. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട. നാളെ രാവിലെ 10 മണിയാകുമ്പോ നമ്മൾ 3 പേരും കൂടി നേരെ തന്റെ കൂട്ടുകാരുടെ അടുത്ത് ആധാരം കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു, റിഹേഴ്സൽ തുടങ്ങുന്നു. ഓക്കെ, എന്നാ അടിയാ കാണിക്കുന്ന സാജു? നീ അവിടെ ആലോചിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പരിപാടി കളിക്കാൻ പറ്റത്തില്ല. പബ്ലിസിറ്റി കൊടുക്കണം, എന്നിട്ട് എൻക്വയറി വന്നാലും കളിക്കാൻ പറ്റത്തില്ല. നീ അവനോട് പെട്ടെന്ന് പൈസ റെഡിയാക്കാൻ പറ. മറ്റവൻ പൈസ അവിടെ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? നമുക്ക് ഇന്ന് പോയാൽ പൈസ മേടിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ കൊണ്ട് കൊടുത്താലോ ആധാരം? ഒന്ന് പറയാന്ന് ചുമ്മാ ഏതെങ്കിലും പ്രൂഫില്ലാതെ ആരെങ്കിലും പൈസ തരുവാ? കിട്ടി. ആരെന്ന് കിട്ടി? ആരെന്നല്ലെന്ന് സാധനം റെഡി. എന്റെ നമ്മൾ പൊളിക്കും കേട്ടാ. പൊളിക്കും. നീ നോക്ക്, ഇത് കൊറേ തപ്പിയെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് അതിന്റെ ഒരു സമയമുണ്ട് ദാസാറിന്റേതായ. മുന്നാധാരം ആധാരം മാത്രമല്ലേ ഉള്ളൂ, ഇതിന് മുന്നാധാരം വേണ്ടേ? നമ്മൾ ആധാരം വെച്ചല്ലേ പൈസ മേടിക്കാം, പിന്നെ മുന്നാധാരത്തിന്റെ കാര്യം പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് മുന്നാധാരം ഉണ്ടെങ്കിൽ ആൾക്കാർ മേടിക്കും. ആധാരവും മുന്നാധാരവും വേണം, മനസ്സിലായ? ഇത് ആധാരം മാത്രമേ ഉള്ളൂ. കൊണ്ടുവന്നേ. എന്ത്? നീ പെട്ടെന്ന് പോയി മുന്നാധാരം സംഘടിപ്പിച്ചോണ്ട്, അല്ലെങ്കിൽ ഇതാണ് മുന്നാധാരം, പുറകിരിക്കണാണ് പിന്നാധാരം. എടാ, ഇത് രണ്ടും ആധാരമാണ്, ഇത് 2 പേപ്പറാണ്, മനസ്സിലായി? ഇതുപോലെ തന്നെ വേറെ ഒരു കോപ്പി ഉണ്ടാവും, മനസ്സിലായി? ഒരു കാര്യം ചെയ്താൽ മുൻപുള്ള ഒരു കാര്യം ചെയ്താൽ എന്താണ്? ഇതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിന്റെ മോളി വെച്ച മുന്നാധാരായ ഈ മണ്ടത്തരം പറയല്ലോ, ഉള്ള കാര്യം ഞാൻ പറയട്ടെ. നീ അതും ഇതും പറയല്ല. ആ ചെറുക്കൻ അവിടെ നോക്കിയിരിക്കുകയാണ്. ഈ സാധനം കൊണ്ട് കൊടുത്താലേ പൈസ എടുത്തു. നീ മുന്നാധാരം ആരുടെ ഇവിടെ കൊണ്ട് വെച്ചേക്ക്? പെട്ടിയിൽ തുണി ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് തന്നെ നീ ധൃതിക്ക് നോക്കിയത് കൊണ്ടാണ്. നീ അവിടെ പോയി ഒന്നുകൂടി നോക്കിയേ. പക്ഷെ ഇല്ലെന്ന് ഞാൻ മൊത്തം അരിച്ചു പറയും. ഞാൻ എല്ലാ പെട്ടി അരിച്ചു. ലാസ്റ്റ് തടിപ്പെട്ടിയിൽ എവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? ഞാൻ തുണിയെല്ലാം എടുത്ത് മാറ്റി സംഭവിതാനത്ത്. എടാ, ഞാൻ തമാശ പറഞ്ഞല്ല. ഈ മുന്നാധാരം ഇല്ലാതെ ആരും എടുക്കുകയല്ല സാധനം. മുന്നാധാരം 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാലോ? എടാ, മുന്നാധാരം എന്ന് പറയുന്നത് മുന്നേ കൊടുക്കുന്ന സാധനം അല്ല, പിന്നെ കൊടുക്കുന്ന സാധനമല്ല, മനസ്സിലായി? ആധാരം വേണം, മുന്നാധാരം വേണം, അല്ലെങ്കിൽ ആരും എടുക്കത്തില്ല. എവിടെ ഉള്ളതെന്ന് ആർക്കറിയാവുന്നത്? എടാ, ഇത് അച്ഛനല്ലേടാ എന്റെ അടുത്ത് തന്നത്. പിന്നെ അച്ഛനോട് ചോദിച്ചാ പോരെ? നീ അച്ഛനെ വിളിച്ച് ചോദിക്കേ. എങ്ങനെ വിളിച്ചു ചോദിക്കാൻ? എന്നാ അച്ഛൻ മരിച്ചു പോയില്ലേ? മുന്നാധാരം കിട്ടാൻ മാർഗമില്ലേ? സത്യം പറഞ്ഞ ട്രൂപ്പ് ഇറക്കിയെന്ന് അറിയുന്നെങ്കിൽ ഞാൻ അച്ഛനെ മരിക്കാൻ സമ്മതിക്കൂലായിരുന്നു. അപ്പൊ അത് എവിടെ ഇരിക്കണമെന്ന് അച്ഛന് മാത്രം അറിയാമോ? അച്ഛന് മാത്രമേ അറിയാമോ? ഇപ്പൊ സത്യത്തിൽ അച്ഛൻ മരിച്ചുപോയി, നമുക്ക് സാധനം വേണം. നിങ്ങൾ ഈ അപരിചിതൻ സിനിമ കാണും. ഇവിടെ മുന്നാധാരം കാണാതിരിക്കുമ്പോഴാണ് നീ സിനിമക്ക് പോകാൻ പോണത്. എടാ, സത്യം പറഞ്ഞ വിശ്വസിക്കുമല്ലോ. അതും സിനിമയല്ലേ? എന്റെ പൊന്ന് സുഹൃത്ത, സിനിമ ഈ 2 സിനിമയ്ക്കകത്തും ഒരു സാധനമുണ്ട്, ഓജോ ബോർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഓജോ ബോർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓജോ ബോർഡ് വെച്ച് നമ്മൾ മരിച്ചുപോയ ആത്മാക്കളെ നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റും. അവരോട് നമുക്ക് സംസാരിക്കാം. എടാ, ശരിയാടാ, ഞാനും കണ്ടിട്ടുണ്ട്. ചുമ്മാ നീ എന്താ പേപ്പർ വെച്ച് വിളിച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഇതുപോലെ വെച്ചിട്ട് ഓജോ ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഇന്റർനാഷണൽ ലെവലിൽ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. അതുകൊണ്ടല്ലാത്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചുമ്മാ ഒരു സാധനം ഉണ്ടാക്കും ആരെങ്കിലും.
ഓജോ ബോർഡ് നമ്മൾ കൊണ്ടുവരുന്നു, എമർജൻസി ആയിട്ട് നിന്റെ അച്ഛനെ വിളിക്കുന്നു. പിന്നെ എമർജൻസി ആയിട്ട് ഓടി വരാൻ ഗൾഫിൽ ജോലി ചെയ്യല്ലേ? ഇതൊന്നും നടക്കണേ. വാ നമുക്ക് എടാ, നടക്കും. എടാ നടക്കും. ഞാൻ നമ്മൾ കണ്ടിട്ട് വാ. ഇതുപോലത്തെ സംഭവം വെച്ച് വിളിച്ചു വരുത്തിയിട്ട് ആത്മാക്കളോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കും. നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനെ വിളിച്ചു വരുന്നു, ആധാരം എന്തെന്ന് ചോദിക്കുന്നു, പുള്ളി എടുത്തു തരുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ പുള്ളി പാക്ക് ചെയ്യുന്നു. ഇവിടെ മരിച്ചുപോയ ആൾക്കാരാ. അതൊക്കെ വരുമെന്ന്. അപ്പൊ എവിടെന്നെങ്കിലും ഈ സാധനം സംഘടിപ്പിക്കുക. രാത്രി 12 മണിക്ക് എന്റെ വൈഫ് ഉറങ്ങിയതിന് ശേഷം ഇവന്റെ വൈഫ് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വരാം. താൻ ഇവിടെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആത്മാവിനെ വിളിച്ചു വരുത്താം. ഓക്കെ. എല്ലാം റെഡിയായ? എല്ലാം റെഡി. എത്ര നേരം സാധാരണ ഞാൻ ബെഡ്റൂമിൽ ചെന്നവൾ അപ്പൊ ഉറങ്ങും. ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടില്ലെന്ന്. അവർക്ക് വല്ല ഉറക്ക ഗുളിയും കൊടുക്കടാ ചുമ്മാ. ഇവിടെ ഹോളില്ലേ? 4 ഹോള്. എന്തിന്? ക്യാരംസ് കളിക്കാൻ. ക്യാരം ബോർഡല്ല, ഇതാണ് ഓജോ ബോർഡ്. ഓഹോ ബോർഡല്ല, ഓജോ ബോർഡ്. ആണാ? നീ പറയുന്നേ, ഇത് നമ്മൾ ആദ്യം ഒരു കോയിൻ ഇവിടെ വെക്കും, മനസ്സിലായി? എന്നിട്ട് അതിന്റെ പുറത്ത് ഗ്ലാസ് ഇങ്ങനെ വെക്കും. ഇങ്ങനൊക്കെ വെച്ച അച്ഛൻ വരുവോ? പിന്നെ വരത്തില്ലേ? ഇവിടെ ഈ ഗ്ലാസ് വെച്ച് അച്ഛൻ വരൂല. അച്ഛന് കണ്ണാടി ഗ്ലാസും ഇച്ചിരി അച്ചാറുണ്ടെങ്കിൽ അച്ഛൻ വരുള്ളൂ. ഇവിടെ വിളിച്ചു വരുത്തി കള്ളു കൊടുക്കാൻ വിളിക്കുന്നല്ല. അപ്പൊ ഈ കോയിന്റെ പുറത്ത് ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നീ അച്ഛനെ വിളിക്കണം. നിന്റെ അച്ഛൻ പൊക്കോറ ഒറ്റ അടിയാൻ എന്റെ അച്ഛനെ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എടാ നിന്റെ അച്ഛനെ വിളിക്കാൻ. നിന്റെ മുന്നാതരം കാണാതെ പോയത്. അതെ. അല്ല, അച്ഛനപ്പം വിളിക്കണം. അത്രല്ലേ ഉള്ളൂ. നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു. നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് നേരെ ഓടി ഈ എസ്സിൽ വരും. വേറൊരു കേസുണ്ട്. ഈ കളിയിൽ അച്ഛൻ വന്നില്ലെങ്കിൽ വേറൊരു കളി കളിച്ച അച്ഛൻ പറന്നു വരും. എന്ത് കളി? പന്നിമലത്തി. മലത്തായിരുന്നു. നീ അത് ചെയ്യാതെ ഇവനെ കൊണ്ട് ഒരു പണി നടക്കത്തില്ല. നീ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുവോ? ഇപ്പൊ അച്ഛനെ വിളിക്കണം. നിന്റെ അച്ഛൻ വന്നടാ. എവിടെ? എന്റെ അച്ഛൻ ഒന്ന് കാണണ്ട. ഒന്ന് ഗ്ലാസ് പൊക്കടാ, ഒന്ന് അച്ഛനെ കാണണ്ട. ഒന്ന് പൊക്കടാ. ഗ്ലാസിന്റെ നീ വിളിക്ക്. അച്ഛനെ അച്ഛനെ വിളി. നീ പെട്ടെന്ന് പുള്ളി പോകുന്നതിന് മുമ്പ് വിളിക്കാൻ നോക്കട്ടാ. അച്ഛന്റെ മോൻ എപ്പോഴും വിളിക്കണം. അച്ഛാ, ഞങ്ങളുടെ മുന്നാധാരം കൊണ്ടൊന്ന് ഒന്ന് വാച്ചാ. അച്ഛന് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛാ, ചാള ചുട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് വാച്ചാ, ഒന്ന് കണ്ടിട്ട് പോച്ചാ. എന്നാ മുന്നാധാരം കൊണ്ട് തന്നിട്ട് ICU കിടക്കണം. നിന്റെ അച്ഛനല്ലേ വിളിക്കണത്? പരലോകത്തുനിന്ന് വിളിച്ചു വരുത്തണ. പുള്ളി മരിച്ചിട്ട് നീ ഇതുപോലെ കരഞ്ഞിട്ടുണ്ടോ? ഇട മര്യാദക്ക് വിളിക്ക്. അങ്ങനല്ല വിളിക്കണം. നീ കൂടുതൽ സെന്റ് ഒന്നും അടിക്കുന്നു വേണ്ട. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വിളി വിളി. എന്റെ കൈ കഴിക്കുന്നു പെട്ടെന്ന്. ഇങ്ങനെ വിളിച്ചാ പുള്ളി വരൂല. എന്താ? പുള്ളിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൊടുന്നത്. നിന്റെ അച്ഛനല്ലേ വിളിച്ചു വരുത്തുന്നത്? പരലോകത്തുനിന്ന് ആത്മാവിനെ വിളിച്ചു വരുത്തുന്നത്. ഭാഷ ഇല്ലട കിടങ്ങാ. പിരിറ്റ് കുടിക്കൂല. നല്ല നാടൻ മാറ്റും താറാമുട്ട ഉണ്ടെന്ന് പറയട്ടാ. പുള്ളി പോകും കേട്ടാ. അച്ഛാ, നല്ല ഉക്കര ചാരയോ താറാമുട്ട പൊഴിക്കട്ട്. ഒന്ന് വാച്ചാ. അച്ഛാ, അച്ഛാ, അച്ഛോ, അച്ഛാ വാച്ചാ. അച്ഛാ വാച്ചാ. അച്ഛാ വാച്ചാ. എവിടെ എന്റെ ചാരായം താറാമുട്ട പൊഴിഞ്ഞു? എടുക്ക് എടുക്ക്. എന്റെ ചാരായത്തിലും താറാമുട്ടയിലും തൊട്ട് പോരും. ഇതെന്താണ്? പിന്നെ എവിടെയോ പരിചയമുണ്ടല്ലോ. നീ ആ കാലന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ തട്ടുകട നടത്തണമല്ലടാ? അത് നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ കട ഡെയിലി പാല് തന്നവനാണ്ടാ ഞാൻ. ആ പാല് തരണവൻ നീയാണല്ലേ? ചിത്രഗുപ്തരുടെ പെങ്ങളെ കയറി പിടിച്ചതിന് തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുത്തവനല്ലേടാ? ഇതെന്നാ മീശയാടാ ഇത്? എന്റെ മോൻ കേട്ട നാണക്കര, അതുകൊണ്ട് പറയാം. എന്തോടെ വരച്ചിരിക്കുന്നത്? അത് മീശയല്ല, സൈക്കിളിൽ നിന്ന് വീണപ്പോ സ്റ്റിച്ചിട്ടിരിക്കണം. എന്റെ മോൻ നോബിയാണത്. എന്റെ മോൻ നോബിയാണ്. എന്റെ മോൻ നോബിനെ വിളിച്ചിട്ടാണ് ഞാൻ. ഇതിലേതാ നിന്റെ തന്ത? എടാ, എനിക്ക് ഇതിന്റെ ഈ ടെൻഷന്റെ ഇടയിൽ മുഖം എനിക്ക് ഓർമ്മ വരില്ലടാ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിപ്പോ? എന്ത് മനുഷ്യനാടാ നീ? സ്വന്തം തന്തയുടെ മുഖം അറിയില്ലെന്ന് പറഞ്ഞാ
നമുക്കൊരു DNA ടെസ്റ്റ് നടത്തിയാലോ? ഇത് രണ്ടും ഒരേ കളർ. എനിക്കിത് ഞാൻ ഇതാ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പന്റെ പേരെന്താ? തമ്പി. ഓക്കെ, ഞാൻ ശരിയാക്കി തരാം. ഒന്ന് ഞാൻ പൊളിച്ചു തരാം. ഹലോ ചേട്ടാ, ഒരു കാര്യം ചോദിക്കണ്ടോ, ഒന്നും വിചാരിക്കരുത്. എന്താ പേര്? തമ്പി PP. അതാണ് ഇനി ഒരു ഉറപ്പ്, നിനക്കൊരു ഉറപ്പിന് വേണ്ടി ഇവിടെ ചോദിച്ചേക്കാം. എന്താ ഏട്ടാ പേര്? PP തമ്പി. സംഭവം പോയി. അതിന്റെ പേര് തമ്പി എന്നാണ്, ഇതിന്റെ പേര് തമ്പി എന്നാണ്. വേറെ എന്തെങ്കിലും ഒരു ഐഡിയ നോക്കടാ. വേറെ ഒരു ഗ്രാനൈറ്റ് മറന്നു നോക്കട്ടെ. ചേട്ടാ, തമ്പി എന്നാന്ന് മനസ്സിലായി. ഈ എല്ലാവർക്കും നാട്ടിൽ ഇരട്ടപ്പേരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോ? എന്താണ്? ഒന്ന് പറ. അല്ല, ഒന്ന് കേക്കട്ടെ. ആരും പറഞ്ഞു ഞാൻ ആരോട് പറയാനാ? ടുട്ടു. ടുട്ടു എന്നാണ് നിന്റെ ഈ പുള്ളച്ചിന്റെ ഇരട്ടപ്പേര്? ആണോ? അന്ന് ഉറപ്പിനോട് പുള്ളി ചോദിച്ചേക്കാം. എന്തായാലും പുള്ളി പോയി. അതെ, ചേട്ടന്റെ പേര് തമ്പിയാന്ന് മനസ്സിലായി. ഇരട്ടപ്പേരുണ്ടോ? നാണക്കേട്, അത് പറഞ്ഞൂടാ. അതങ്ങനെ ഇല്ല, എന്നാലും പറ, ഇത് കേൾക്കാൻ വേണ്ടിയാ. ആരോടും പറയരുത്. ഈ പുള്ളി പൊളിഞ്ഞിട്ടാ സീബയുടെ കാര്യമില്ല. അതും ടുട്ടുവാണ്, ഇതും ടുട്ടുവാണ്, ഇതും തമ്പിയാണ്, അതും തമ്പിയാണ്. ഒരു കാര്യം ചെയ്യ്. എന്റെ അച്ഛനെ കണ്ടുപിടിക്കുക ഒറ്റ വഴിയേ ഉള്ളൂ. ഷർട്ട് പൊക്കി നോക്കുക, മുതുകിനൊരു കറുത്ത മറുകുണ്ട്. കറുത്ത മറുക് രണ്ടും നല്ല പാലപ്പം പോലെയുള്ള ഇരിക്കണം കറുത്ത മറുക് കണ്ടുപിടിക്കാനായിട്ട്. ഇത് മറുകയാണ്, മൊത്തത്തിൽ മറുക ഇത് രണ്ടും. എടാ, മറുകുണ്ട്, മുതുകിലുണ്ട്, തിളങ്ങുന്ന മറുക്. എടാ, അതൊക്കെ മരിച്ചപ്പോ കത്തിച്ചപ്പോ പോയിട്ടുണ്ടത്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? വേറെ ഇനി പണിയൊന്നും നോക്കിട്ട് കാര്യമില്ല. എന്തൊക്കെയാലും ഇവര് രണ്ടുപേരും വന്നില്ലേ, അവരിവിടെ നിക്കട്ടെ. എന്തിന്? ഇവിടെ നമ്മുടെ ട്രൂപ്പ് തുടങ്ങുമ്പോ നമുക്ക് സെറ്റ് വർക്കിന് ആള് വേണ്ടേ? ഇവരാകുമ്പോ നമുക്ക് അക്കോമഡേഷൻ കൊടുക്കണ്ട. വല്ല സിമിത്തേരിയിലോ വല്ല പനയിലോ ഒക്കെ പോയി കിടന്നോളൂ. മനസ്സിലായി? എടാ, അത് കൊള്ളാടാ. നമുക്ക് ഈ പുള്ളിയെ കൊണ്ട് ജോസ് പ്രകാശിന്റെ ഫിഗർ ചെയ്യിപ്പിക്കാം. അത് നമ്മൾ മാത്രമല്ലേ കാണുള്ളൂ, വന്നവർക്ക് കാണാൻ പറ്റുമോ? ആത്മാവല്ലേടാ, ഇവൻ എന്ത് മണ്ടത്തറി പറ. എന്തെങ്കിലും ഒരു മാർഗം പറ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ഓജോ പിടിച്ച് വിളിച്ചു വരുത്തിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, എന്റെ പൊന്ന് സുഹൃത്തെ, ഒറ്റ വിളിക്കാൻ തന്നെ 2 വന്നത്. ഇനി ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന അവസാനം ഇവിടെ വൃദ്ധസദനം നടത്തേണ്ടി വരും. ഇപ്പൊ എന്ത് ചെയ്യാന്ന്? ഞാനൊരു കാര്യം പറയാം, ഇവരിവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് പോയി ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തിട്ട് വരാം. സംഭവം അങ്ങനെ കൊണ്ടുപോകണമെന്ന്. നമ്മൾ പോകുമ്പോ ഇവര് വലിഞ്ഞാലോടാ. ഗ്ലാസ് കമത്തി വെച്ചിരിക്കില്ല, അത് നിവർന്നാലും അവര് പോകത്തുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. മനസ്സിലായി? ഹലോ സുഹൃത്തെ, എവിടെ പോയിട്ട് ഇപ്പൊ വരാട്ടാ. ഒന്നും വിചാരിക്കില്ലേ, അച്ഛനും ചിറ്റപ്പനും കൂടെ ഇറങ്ങിയിരിക്കാണ്. ഞാൻ ആദ്യം വന്നു. ഞാനാദ്യം. നിനക്ക് നാണില്ലടാ എന്റെ മകൻ നിനക്ക് നാണില്ല എന്റെ മകൻ നിന്റെ പാല് വേണ്ടറിഞ്ഞ അവിടെ നീ പോയിക്കോളെ. നിന്റെ തട്ടുകടയും പൊളിക്കൂടാ അവിടുത്തെ. നീ തട്ടുകട വിളിക്കാൻ ചവിട്ടി ഞാൻ നിന്നെ. എന്റെ മുത്താണ് ഞാൻ മാത്രം. ഇതിൽ കൂടെ എന്റെ നോബി വിളിച്ചിട്ട് വന്നതാണ്. എന്റെ നോബിയാണ് വിളിച്ചത്. നോബി ഞാൻ നിന്നെ വിളിക്കായിരുന്നേന്ന്. പേടിക്കണ്ട, നീ അറിയാതെ കയറി വന്നു അല്ലേ? അറിയാതെ കയറി വന്നാണോ? ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണോന്ന് വിചാരിച്ചതാ. എന്ത്? നീ വഴി തെറ്റിയാൻ കണ്ട വന്നാണ്. നിനക്ക് വേറെ എങ്ങാടെ പോകാനുള്ള. എന്റെ മകൻ നോബി വിളിച്ചിട്ട് വന്നതല്ലേ? എന്നാലും എന്റെ മോൻ വെച്ച വീട് നോക്കി എന്ത് രസല്ലേ. അയ്യോ, നല്ല വീട്. എന്റെ മകൻ നോബി വെച്ചാൽ നിനക്ക് പിടിക്കണല്ലേ? നീ കൊതി പിടിയാണല്ലേ? ആര് കൊതി വിടണ്? ഒന്ന് പോയേ. കുഴപ്പമില്ല, നിനക്ക് പിന്നെ ഒരു ദിവസം അവിടെ വെച്ച് കൂടാ. നീ തോളിലടിക്കാതെ തോളിട്ട് തട്ടണ എന്തിനാ? അവിടെ വെച്ച് കൂടാതെ നീ പോ. എന്നതാ എന്റെ മോൻ നോബി തന്നെ നിന്റെ അടുത്ത് നീ പോ. നിനക്ക് എന്നാ പോയാ? അതെന്നാ സുഹൃത്ത് അങ്ങനെ? എന്താ നീ അങ്ങനെ ഇത് പഴയ സ്ഥലമല്ലേ? നീ എന്താടാ അടിക്കാത്തെ? വീണ് കിടക്കുന്നതിന് അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്താടാ എന്നെ അടിക്കാത്തത്? വീട് കിടക്കുന്നവൻ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അച്ഛനെ തിരക്കിയാലേ അച്ഛനെ തിരക്കി കിടന്ന ഒരു കാര്യം നടക്കൂല. നമ്മള് മക്കൾ വിളിച്ചിട്ട് വന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ അച്ഛനെ തിരക്കി പോയാലേ സ്ക്രിപ്റ്റിന്റെ റൂട്ട് മാറിപ്പോകും. അപ്പൊ നീ പോടാ. എന്തായാലും ഓക്കെ. ഇതിൽ ഏതാ ഇത്? ഇതെന്താണ് ചോരയൊക്കെ വന്നിക്കണ? അവൻ ഇടിച്ചാണ്. കയ്യിലെന്തോന്ന്? പൂച്ചിരിപ്പല്ലേ പോ പോ കീരിപ്പല്ലേ വാ വാ. പല്ല് പോയാ എന്ത് മനുഷ്യയാണ് നിങ്ങൾ? നിങ്ങൾ ആത്മാവാണെന്നുള്ളൊരു ധാരണ എങ്ങളുണ്ടോ? എനിക്ക് നിക്കണ്ടില്ല, ഒരു കൂസലും ഇല്ലാതെ. കൂസലില്ലാതെ നിക്കണല്ല, അവൻ തലക്കെട്ടടിച്ചിട്ട് തെക്കുടക്ക് തിരിയണു.
എടാ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ പരിപാടി നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചത്? നാട്ടുകാർ തല്ലിക്കൊന്നടാ. നാട്ടുകാർ തല്ലിക്കൊന്നാണല്ലോ. ഇത് ചോദിച്ച് കറക്റ്റ് പറഞ്ഞ സംഭവം ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് വരാം. ഉറപ്പാണ്. ഞാനൊന്നും ചെയ്യാൻ വന്നതല്ല. അതെ, എങ്ങനെ മരിച്ചത്? നാട്ടുകാർ തല്ലിക്കൊന്നു. ഇത് തന്നെ ഇനിയേ ചോദിക്കണ്ടാ, കുഴപ്പമില്ല. അല്ല, ചോദിക്കണ്ടെന്നല്ല, ആ പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് പുള്ളിക്കാരൻ ദേഷ്യമുള്ള മനുഷ്യനാ. ഒന്ന് ചോദിച്ചേക്ക എന്തായാലും. അതെ, എങ്ങനെ മരിച്ചത്? അറ്റാക്ക്. ഓക്കെ, ഓ സംഭവം തെളിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് അവന്റെ അച്ഛൻ. അങ്ങനെ ഞാനാണ് നോബിയുടെ അച്ഛൻ. നീ ഒന്ന് സമ്മതിക്കടാ. നിങ്ങൾക്ക് അറ്റാക്ക് വന്നല്ലേ മരിച്ചത്? ആ നാട്ടുകാരുടെ അറ്റാക്ക്. എന്ത് ചെയ്യാനാണോ? അതെ, വന്നേ, ഇതൊരു നടക്ക പോകൂല. ഇവരോട് കാര്യം ചോദിച്ച ആധാരം മേടിച്ചത് തുടങ്ങുമ്പോഴത്തേക്ക് ഈ സീസൺ കഴിയും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഇത് അങ്ങാരം ഒരു കാര്യം പറയട്ടെ. ആ, നിനക്ക് അച്ഛന്മാർ 2 പേര് 3 പേര് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു അമ്മയല്ലേ കാണണം. അമ്മ വന്നു. അമ്മ വിളിച്ചു വരുത്താം. അമ്മേനെ വിളി. അല്ല, നടക്കത്തില്ല. വാ, ഇനി സമയം പോയി. വരുമെന്നറിയാലോ. വിളിക്കേ അമ്മ, 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 അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ അമ്മ. തേങ്ങുമീ കാറ്റ് നീയല്ലേ, കഴുകാൻ ഞാനാരോ, ദേവസംഗീതം നീയല്ലേ, നുകരാൻ ഞാനാരോ, ആരുമില്ലാത്ത ജന്മങ്ങൾ തീരുമുദാകമീ മഞ്ഞൾ, നിന്നോർമ്മയിൽ ഞാനേകനായി, നിന്നോർമ്മയിൽ ഞാനേകനായി, ചിലുചിലും സ്വരനോപുരം ദൂരശിഞ്ചിതം പൊഴിയുമ്പോൾ, ഉതിരുമീ മിഴിനീരിലൻ പ്രാണവിരഹവും മലിയുന്നു. അമ്മ പറ. ഈ മാമൻ എടുത്തപ്പോ ഈ മാമൻ പറഞ്ഞു ഈ മാമനാണ് എന്റെ അച്ഛൻ. ഈ മാമൻ എടുത്തപ്പോ ഈ മാമൻ പറഞ്ഞു ഈ മാമൻ എന്റെ അച്ഛൻ. സത്യത്തിൽ ആരാണ് എന്റെ മാമൻ? മാമനല്ല, അച്ഛൻ. ആരാണ് എന്റെ അച്ഛൻ? ശ്ശോ, നീ ചോദിച്ചപ്പോ അമ്മയ്ക്കും സംശയമായല്ലോ മോനെ. വിഷമിക്കണ്ട, ഒരു വഴിയുണ്ട്. ഇങ്ങ് വന്നേ. രണ്ടുപേരും വേണം. 1 2 3 4 5 കുരുവികൾ രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുകൂട്ടാൻ പോയി. രാജ്ഞി വന്നു നോക്കിയപ്പോ പാട്ട് സംഗീതം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതാണ് അച്ഛൻ. അല്ല, ഞാനാണ്. ഞാൻ സമ്മതിക്കല, ഞാനാണ്. അല്ല, ഇപ്പൊ സംഭവം ഈ പാട്ടിലും ഒക്കെ അല്ല, അങ്ങനെ ഞാൻ വേറെ പാട്ട് പാടാം. ഇത് മാത്രം പാടിയാ മതില്ല. ഡാമ ഡീമ ഡെസ്ക നക്കണ ഡോക്ക നക്കണ ഡേ താലോ ലിക്കണ ഡേ പട്ടണത്തിൽ പോ. നീ പോ, നീ പോടാ. ഇയാളല്ല ഇയാളുടെ അച്ഛൻ. അല്ല, ഞാനാണ്. അവനിപ്പോ പറഞ്ഞ തെറ്റിയതാണ്. അവൻ പട്ടണത്തിൽ പോടോ. ഞാൻ വേറെ കാര്യം പറ്റേ, ഇവന് കുറെ പെണ്ണ് കേസൊക്കെ ഉണ്ട്. ഇവന്റെ അച്ഛനാന്ന് പറഞ്ഞ നാണക്കേടാ. ഞാൻ അഭിമാനിക്കും അതിൽ. കാരണം എനിക്ക് അതിൽ കൂടുതൽ പെണ്ണ് കേസുണ്ട്. അക്കുത്തിക്കു താന വരുമ്പോ കല്ലേക്കൊത്ത് കരിങ്കൊത്ത് ജീപ്പ് വെള്ളം താറാമക്കടെ കയ്യിൽ ഒരു ബ്ലാങ്ക്. നീ ഇവിടുന്ന് ഇറങ്ങി പോ. ഇതൊരു തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? എടാ, തള്ളേന്ന് വിചാരിക്കരുത്. ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അവര് കാര്യം പറയും. നീ പോയി ചോദിക്കാൻ അങ്ങോട്ട്. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത. തള്ളേ, ജീവിച്ചിരുന്നപ്പോഴും നിങ്ങൾ എനിക്ക് സമാധാനം തന്നിട്ടില്ല. പറഞ്ഞല്ലേ ആരാണ് എന്റെ അച്ഛൻ? അയ്യോ നവരാമിനി തൊട്ടുപോകരുത്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. സൂപ്പർ. ആഹാ, ഞങ്ങളെ രണ്ടുപേരും അവിടെ ഉറക്കി കിടത്തിയിട്ട് നിങ്ങൾ ഇവിടെ വേറെ ആർട്ടിസ്റ്റുകളെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന. ഇത് പ്രാക്ടീസ് അല്ല. നോബി, ആരാ ഇത്?
എന്റെ ഭാര്യ. മരുമോളെ സബാഷ്. എന്ത് പണിയാണ് കാണിച്ചത്? അത് മോശമായി കേട്ടാ, അത് മോശമായി. എന്തു പറ്റി? അടിച്ചാ ആത്മാവല്ലേ വേദന എടുക്കൂല്ല? ആത്മാവാണെങ്കിൽ ആത്മാവിന് വേദന എടുക്കുള്ളൂ. ആണോ? അയ്യോ, മരുമോള് കെട്ടിപ്പിടിക്കണല്ലേ? ഇതൊക്കെ ആരാണ്? ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. അതായത് നമുക്ക് എന്തായാലും ട്രൂപ്പ് തുടങ്ങണമല്ലോ, അതിന് കാശ് വേണമല്ലോ. അങ്ങനെ ഇവൻ പറഞ്ഞു മൂപ്പിച്ച് എന്റെ പഴയ പ്രമാണമല്ലേ വീടിന്റെ, അത് ഞാൻ എടുത്തോണ്ട് വന്നു. അപ്പൊ അതിന്റെ മുന്നാധാരം ഇല്ല. മുന്നാധാരം അച്ഛൻ്റെ കയ്യിലാണ്. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, മരിച്ചുപോയി അച്ഛനെ വിളിച്ചു വരുത്തെന്നും പറഞ്ഞ് ഓജോ ബോർഡ് റെഡിയാക്കി അച്ഛനെ വിളിച്ചു വരുത്ത്. ഇപ്പൊ എന്തേ ഒരമ്മയും രണ്ടച്ഛനും ഉണ്ട്. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ നാണം കെട്ടിരിക്കുവാ. ഇനി രണ്ടച്ഛനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? നിങ്ങളുടെ ഒരു ഓജോ ബോർഡ്. അയ്യോ പണി പാളി. ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. എന്താ പോയാ? ചിത്രത്തും DTR ട്രെയിനിൽ കയറ്റി വിടൂല. ഞങ്ങൾ ടിക്കറ്റ് വലിച്ചു കയറിയാ നിങ്ങള്. ടിക്കറ്റാ വിളിച്ചു വരുത്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് വലിച്ചു കയറിയിരിക്കണം. ഞങ്ങൾ എങ്ങനെ പോകും അല്ലേ? കിഴങ്ങന്മാരെ, ഈ ഓജോ ബോർഡ് കൂടെയാണല്ലോ അവര് നമ്മൾ വിളിച്ചു വരുത്തത്. ഇനി അവർക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ ഓജോ ബോർഡ് വേണ്ടേ? ഇത് കീറിക്കളഞ്ഞ ഇവരെങ്ങനെ പോകും? അവർ ബ്ലോക്ക് ആയില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്തായാലും നിന്റെ തന്തേന്നുള്ളതൊക്കെ അല്ലേ നിന്റെ വീട്ടിൽ താമസിപ്പിക്കും. അതെങ്ങനെ ശരിയാവും? അതൊന്നും പറ്റൂല, അതൊന്നും പറ്റൂല. ഇവന്റെ ഐഡിയ അല്ലേ? ഇയാളെ ഐഡിയ അല്ലേ? ഇയാളെ വീട്ടിൽ താമസിക്കട്ടെ, എന്റെ വീട്ടിൽ താമസിക്കട്ടെ. ഒരമ്മനും രണ്ടച്ഛനും വേറെ പണി നീ പോ. നീ ആവശ്യമില്ലാത്ത പണി പറയല്ലേ? നിനക്കൊരു പോംവഴി പറഞ്ഞു പറയും എന്റെ തല കെട്ടി വെക്കാൻ നോക്കും. എന്തായാലും ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. അതൊന്നും ശരിയാവൂല. എനിക്കാണെങ്കിൽ രണ്ടച്ഛനും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു കാര്യം, ഈ കീറി ഒന്ന് എടുത്തു പോയി, ഇതെടുത്തു പോയി, അതെടുത്തു പോയി. ഒന്നും കൂടെ എന്റെ അച്ഛനെ വിളിക്കും. ഇത് സത്യമാണെങ്കിൽ എന്റെ യഥാർത്ഥ അച്ഛൻ പറ്റും. നോക്കോ, നോക്കാല്ലേ? കള്ളത്തരപ്പം പൊടിക്കണമല്ല. ഇതെടുത്തു പറ, ശരിക്കുള്ള എന്റെ അച്ഛന്ന് പറ. ശരിക്കുള്ള എന്റെ അച്ഛൻ വരും. അങ്ങനെ പറ. ശരിക്കുള്ള അച്ഛൻ വിളിക്കാത്തോണ്ട് നേരത്തെ സംഭവം. ശരിക്കുള്ള എന്റെ അച്ഛാ. അച്ഛാ, നിങ്ങളല്ല എന്റെ ശരിക്കുള്ള അച്ഛാ, എന്റെ ശരിക്കുള്ള അച്ഛാ, ശരിക്കുള്ള അച്ഛോ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ്. എന്തടാ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? അച്ഛനാണത്രേ അച്ഛൻ. പണ്ടച്ചരക്കാരണം മച്ചരക്കാരണം പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ പള്ളിയിലച്ചനെ കാണിച്ച് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചേ. അവസാനം കയറി വന്നിരിക്കുന്നത് വേണ്ട, എനിക്കിങ്ങനത്തെ ഒരു പപ്പയെ വേണ്ട. പപ്പോ, ഇതെന്റെ പപ്പയല്ല, ഇതെന്റെ പപ്പയല്ല, എനിക്ക് എങ്ങനത്തെ ഒരു പപ്പയെ വേണ്ട. എന്ത് പറ്റിയത്? എന്നാലും സലിംകുമാറിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ലട്ടാ. എന്ത് പ്രശ്നം? അതൊന്നും അല്ല. അല്ല, സംഭവം ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ മനസ്സിലായി. കാരണം ഈ സിനിമാ നടന്മാർ മുഴുവൻ എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിക്കുമ്പോ സലിംകുമാറായിട്ട് കൊച്ചു ഫ്ലാറ്റിൽ വന്ന് താമസിച്ചതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി. അച്ഛനും മോനും കണ്ടോണ്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഏത് മോൻ? ഈ നിക്കണ മോൻ. ഇനോബിയ, ഈ കിളവൻ എന്റെ മോനാ. ഇതൊക്കെ കണ്ണിന് വല്ല മത്ത കുത്തിയോണ്ടാ പപ്പ. പിന്നെന്തിനാണ് ഓജോ ബോർഡ് വിളിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ വന്നത്? ഓജോ ബോർഡാ? ഞാൻ ഷൂട്ടിങ്ങിന് പോയായിരുന്നു. ഷൂട്ടിങ്ങിനാ? അല്ല, ഇവിടെ എന്താണ് ഇത് ഓജോ ബോർഡ്? ഞങ്ങള് നോബിയുടെ ആധാരം കൊണ്ട് ഞങ്ങൾക്കൊന്ന് പണയം വെക്കണമായിരുന്നു. ഞങ്ങള് മിമിക്രി ട്രൂപ്പ് തുടങ്ങി ആരും അറിഞ്ഞല്ല. അപ്പൊ ഇത് പണയം വെക്കാൻ നോക്കിയപ്പോ മുന്നാധാരം ഇല്ല. മുന്നാധാരം അന്വേഷിച്ചിട്ട് അത് ആരെ വെച്ചേക്കണം എവിടെ വെച്ചേക്കണം അവരൊക്കെ ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞ് നമുക്ക് ഓജോ ബോർഡിലെ അച്ഛന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് അച്ഛനോട് ചോദിക്കാം ആധാരം എവിടെ ഇരിക്കണെന്ന്. അങ്ങനെ ഞങ്ങൾ കളിച്ചപ്പോ അച്ഛനെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോ രണ്ടച്ഛൻ വന്നേക്കുന്നു. ഹലോ മിസ്റ്റർ സൽകുമാർ. ഹലോ. ഇത് കൊള്ളാലോ അച്ഛൻ. സ്ഥിരമായിട്ട് നിർത്താൻ പറ്റിയ അച്ഛന്മാരാണല്ലോ ഈ രണ്ടുപേര്. അതൊന്നും ശരിയാവൂല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഒരു സെൽഫി എടുക്കണം കേട്ടാ പോണേ. ഓ, തീർച്ചയായിട്ടും. സുഖം. അവിടെ ഇപ്പൊ ശ്രീകൃഷ്ണപുരന്റെ ഓടുന്നത്. അതെ, അവിടെ പരലോകത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് പറ്റണില്ല. അങ്ങനെ അമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മക്ക് ഞങ്ങളുടെ അത്ര കൂടി അറിവില്ല നിങ്ങൾ രണ്ടുപേരെയും. അവസാനം ഞങ്ങൾ യഥാർത്ഥ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് ഒന്നോടെ കളിച്ച് അപ്പോഴാണ് സലിംകുമാറിയേട്ടന്റെ എൻട്രി. എനിക്ക് വേണ്ടതിനൊന്നും അങ്ങനെ ഒറിജിനൽ അച്ഛനെ വിളിച്ചു വരുത്തണോ നമ്മുടെ ചേട്ടൻ കയറി വന്നു. അല്ല, ഞാൻ തെറ്റിദ്ധരിച്ചത്. ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി കയറി വന്നാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിത് എന്താണ് ഇവിടെ പ്രശ്നം? ആരുടെ ബുദ്ധി ചെയ്ത്? ഇത് അവന്റെ ബുദ്ധിയാ. അല്ല, ഇവന് അച്ഛൻ ഇല്ലെന്ന് ഉറപ്പഴേ. അപ്പൊ അച്ഛനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഹോജോ ബോർഡിലൂടെ അച്ഛനെ കൊടുക്കാൻ പോകണം. അല്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെ
എടാ ഇവന് ആ സ്വതവേ ബോധമില്ല. ആ ബോധമില്ലാത്ത ഇവന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച നിങ്ങളെ വേണ്ട തല്ലാനായിട്ട് അവൻ എല്ലാത്തിനും കാര്യങ്ങൾ കൊടുന്നു കേട്ടാ. ഇവര് പോന്നില്ല പോവാൻ പറഞ്ഞിട്ട്. അവര് പോയിക്കോളും. കൊണ്ടുവന്ന ഇവൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കണം. കൊണ്ടുപോയിക്കോ. നിനക്ക് അച്ഛനൊന്നുമില്ലല്ലോ. അച്ഛൻ ഇല്ല. ആ അപ്പൊ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ പേയ്മെന്റ് ഇപ്പൊ തരും. പേയ്മെന്റ് എടാ ഇത് പറഞ്ഞ ആൾക്കാരായിരുന്നോ? വിചാരിച്ച ആ മറ്റേ പുള്ളിക്ക് ഭയങ്കര വലിയ കാര്യം ഉണ്ടായിരുന്നു. ചേട്ടാ അപ്പൊ അത് അവന്റെ പരിപാടിയായിരുന്നല്ലേ? അങ്ങനെ പലരും പല തട്ടിപ്പായിട്ട് വരും. അങ്ങനെ എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റില്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ നല്ല അധ്വാനിക്കണം. അപ്പൊ എന്റെ മക്കള് നല്ല അധ്വാനിച്ച് നല്ല മിടുക്കന്മാരായിട്ട് കാശുണ്ടാക്കാൻ നോക്കും. അങ്ങനെ നല്ല ബെസ്റ്റ് ഫാമിലി ആയിട്ട് ജീവിക്കാൻ നോക്കും. അപ്പൊ ജോലിക്ക് പോയാലേ പറ്റുമല്ലേ?